നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. മോളെ, രാജീവ് മേനോന്റെ വിവാഹാലോചനയെ കുറിച്ച് കേട്ടപ്പോ തമാശയ്ക്ക് ഞാൻ എന്തൊക്കെയോ പറഞ്ഞു. അത് നിന്നെ വല്ലാതെ വേദനിപ്പിച്ചെന്ന് എനിക്ക് മനസ്സിലായി. ഏട്ടനോട് ക്ഷമിക്കണം. ഒരേട്ടന്റെ ചുമതലാബോധത്തോടെ പറയാ, രാജീവ് രണ്ടാം കെട്ടുകാരനാണെങ്കിലും അധികം പ്രായമൊന്നായിട്ടില്ല. ആളൊരു ജെന്റിൽമാനാ. പോരാത്തതിന് കോടീശ്വരനും. ഈ ബന്ധത്തിന് നീ സമ്മതിക്കണം. നോക്ക്, നിനക്ക് പ്രായം കൂടിക്കൊണ്ടിരിക്കുക. മുഖത്ത് ഈ ഐശ്വര്യം നഷ്ടപ്പെട്ടാ പിന്നെ ആരും തിരിഞ്ഞു നോക്കില്ല. അച്ഛനും അമ്മയ്ക്കൊക്കെ ഒരു കാലമുണ്ട്. എത്ര കാലം അവര് നിന്നെ സംരക്ഷിക്കും? പിന്നെ ഞങ്ങൾ സഹോദരങ്ങളുടെ കാര്യം, ഞങ്ങൾ ഒരിക്കലും നിന്നെ കൈവിടില്ല. പക്ഷേ ഞങ്ങളുടെ പ്രാരാബ്ദങ്ങൾക്കിടയിൽ നിന്നുകൊണ്ട് വേണം നിന്റെ കാര്യം കൂടി നോക്കാൻ. അതിന് പരിമിതികളുണ്ട്. കൊള്ളാം. നിന്റെ ഉപദേശം കേട്ടാ തോന്നും ഞങ്ങൾ ഉടനെ മുകളിലോട്ട് കെട്ടിയെടുക്കുന്നു. ഇല്ലടാ, വന്ദനമോൾക്ക് നല്ലൊരു ജീവിതം ഉണ്ടായ ശേഷമേ ഞാനിനി ഏത് കാലം വന്ന് വിളിച്ചാലും മുകളിലേക്ക് പോകുന്നുള്ളൂ. അതുകൊണ്ട് വന്ദനയുടെ സംരക്ഷണകാര്യം ആലോചിച്ച് ആരും തലപുണ്ടാക്കണ്ട. അമ്മേ, ഞാൻ അത്രയ്ക്കൊന്ന് ചിന്തിച്ച് പറഞ്ഞതല്ല. വന്ദന ബുദ്ധിപൂർവമായ ഒരു തീരുമാനം എടുക്കാൻ വേണ്ടി പറഞ്ഞതാ. അതെ, ഈ കാര്യത്തിൽ വന്ദന മാത്രമാണ് തീരുമാനം എടുക്കേണ്ടത്. അവളുടെ തീരുമാനം എന്തായാലും ഈ അമ്മ അവളോടൊപ്പം നിൽക്കും. ഞാൻ ഈ ബന്ധത്തിന് സംബന്ധിച്ച അമ്മയ്ക്ക് സമാധാനം കിട്ടും. എന്റെ ചോദ്യത്തിന് അമ്മ മറുപടി പറയണം. പറഞ്ഞേ തീരൂ. മോളെ, ഈ വിവാഹം നടന്ന അത് അമ്മയ്ക്കൊരാശ്വാസാവും. നെഞ്ചിലെ വലിയൊരു ഭാരം ഇറക്കി വെച്ച ആശ്വാസം. അമ്മേ, രാജീവ് സാറിന്റെ സമ്മതം ആദ്യം അറിയണം. അദ്ദേഹത്തിന് എതിർപ്പില്ലെങ്കിൽ എനിക്ക് സമ്മതം. ഈ സന്തോഷ വാർത്ത ഞാൻ ഇപ്പൊ തന്നെ ശ്രീവിദ്യ മാഡത്തിനെ വിളിച്ചറിയിച്ചേക്കാം. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.